നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഗഫൂർ കൊടിഞ്ഞിയുടെ പുതിയ നോവൽ യാഹൂട്ടിയുടെ ലോകം പ്രകാശനം ചെയ്തു. സാംസ്കാരിക പ്രവർത്തകൻ KN കുഞ്ഞിമുഹമ്മദാണ് പ്രകാശനം ചെയ്തത്. ഗഫൂർ കൊടിഞ്ഞിയുടെ പുതിയ നോവൽ യാഹൂട്ടിയുടെ ലോകം പ്രകാശനം ചെയ്തു. ഗ്രാമീണ ജീവിതത്തെയും മലബാറിന്റെ തനതു ഭാഷാ ശൈലിയെയും നെഞ്ചിലേറ്റുന്ന കഥാകാരൻ ഗഫൂർ കൊടിഞ്ഞിയുടെ പുതിയ നോവൽ യാഹൂട്ടിയുടെ ലോകം പ്രകാശനം ചെയ്തു. കൊടിഞ്ഞി കടുവള്ളൂർ AMLP സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകൻ KN പുസ്തക പ്രകാശനം നിർവഹിച്ചു. എഴുത്തുകാരി KM ഹാജിറ പുസ്തകം പരിചയപ്പെടുത്തി. വളരെ ഹൃദയസ്പർശിയായൊരു സാംസ്കാരിക ഒത്തുചേരലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടേക്ക് വരുമ്പോൾ കുട്ടികളുടെ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ഒരുപാട് കുട്ടി കലാകാരന്മാർ കലാകാരികൾ തയ്യാറായി നിൽക്കുന്നതിനിടയിലാണ് കുറച്ച് സമയം സാംസ്കാരിക ആലോചനകൾക്ക് വേണ്ടി സംഘാടകർ കണ്ടെത്തിയിട്ടുള്ളത്. സത്യത്തിൽ ആ കലാപരിപാടി തന്നെയാണ് സാംസ്കാരികമായ ആവിഷ്കാരം എന്ന് പറയുന്നത്. നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ ആഹ്ലാദമായി, അഭിമാനമായി ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അനുഭവിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. ഞാൻ അവസാനിപ്പിക്കുന്നു. കോഴിക്കോട് ബുക്ക് ആൻഡ് പ്രിന്റ് പ്രസാധനം ചെയ്യുന്ന ഈ നോവൽ മൺമറിഞ്ഞുകൊണ്ടിരിക്കുന്ന മാപ്പിള മലയാളത്തെയും മലബാറിലെ നാട്ടുഭാഷാ പ്രയോഗങ്ങളെയും വീണ്ടെടുക്കുന്ന ഒന്നാണെന്ന് പ്രമുഖ സാഹിത്യകാരൻ P. സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. 124 പേജുകളുള്ള പുസ്തകത്തിന് 160 രൂപയാണ് വില. ഗഫൂർ കൊടിഞ്ഞിയുടെ ശ്രദ്ധേയമായ മറ്റു കൃതികളായ തുരുത്ത്, തിരുത്തി എന്ന കൊച്ചുദ്വീപിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് കുടിയേറ്റത്തിന് മുൻപുള്ള മലബാറിലെ ദുരിതപൂർണമായ ജീവിതത്തെയും സംസ്കാരത്തെയും അടയാളപ്പെടുത്തുന്ന നോവലാണിത്. ഇല്ലിക്കാടുകൾ പൂത്ത കാലം എന്നത് ഗ്രാമീണതയുടെ പച്ചപ്പും പഴമയുടെ മനോഹരമായ ഓർമ്മകളും പങ്കുവയ്ക്കുന്ന സ്മരണാ പുസ്തകമാണിത്. കൊടിഞ്ഞിയുടെ കുഴിക്കൂറുകൾ എന്നത് കൊടിഞ്ഞി പള്ളിയുടെയും മമ്പുറം തങ്ങളുടെയും ചരിത്രവുമായി ഇഴചേർന്നു കിടക്കുന്ന കൊടിഞ്ഞിയുടെ 400 വർഷത്തെ ചരിത്രം അനാവരണം ചെയ്യുന്ന ഗ്രന്ഥം. ഡോക്ടർ KN കുറുപ്പിന്റെ അവതാരികയോടെയാണ് ഈ പുസ്തകം പുറത്തിറങ്ങിയത്. നാടിന്റെ വേരുകൾ തേടുകയും ഭാഷാമാധുര്യം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന ഗഫൂർ കൊടിഞ്ഞിയുടെ ഈ പുസ്തകം, ഈ പുതിയ കൃതിയും വായനാലോകം ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അക്കാഡമികമായ പല അറിവും എഴുതിയിട്ടല്ല. എനിക്ക് എൻ്റെ തോന്നൽ ഈ ഫേസ്ബുക്ക് കാലത്ത്, വാട്സപ്പ് കാലത്ത് എഴുതി തെളിഞ്ഞ ഒരു എളിയ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കറിയാവുന്ന പോലെ എൻ്റെ വിദ്യാഭ്യാസമൊക്കെ വലിയ കഷ്ടിപിഷ്ടിയാണ്. എങ്കിലും എനിക്ക് വായനയുണ്ടായിരുന്നു. വായന എന്നെ വളർത്തിയെടുത്തു. അപ്പോഴും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, എൻ്റെ നാടിനെ കുറിച്ച് എഴുതണം. എൻ്റെ നാട് ലോകത്ത് അടയാളപ്പെടണം. ലോകത്തല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലല്ലെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെങ്കിലും നമ്മുടെ നാട് അറിയപ്പെടണം. അതിന് ഈ നാടിൻ്റെ പ്രധാനങ്ങളും ഇവിടുത്തെ സംസ്കാരങ്ങളൊക്കെ പുറമെ ലോകവുമായി പങ്കുവെക്കണം എന്ന ചിന്തയിൽ നിന്നാണ് സൂക്ഷ്മ അർത്ഥത്തിൽ എൻ്റെ കൃതി വായിച്ചവർ മനസ്സിലാക്കും. ഞാൻ ആ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. എൻ്റെ ഓരോ എഴുത്തും അങ്ങനെയാണ്. മറ്റൊരു രീതിയിൽ ഞാൻ എഴുതിയിട്ടില്ല എന്നല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പുസ്തകങ്ങളായി ഇതുവരെ ഇറങ്ങിയ 4 പുസ്തകങ്ങളും യഥാർത്ഥത്തിൽ കൊടിഞ്ഞി എന്ന ഈ മണ്ണിൽ, ഞാൻ പിച്ചവെച്ച ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ സ്വാംശീകരിച്ച, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ജീവിതം തന്നെയാണ് ഞാൻ ഇവിടെ പകർത്തി വെച്ചത്. അത് കൊടിഞ്ഞിയുടെ ചരിത്രമായാലും കൊടിഞ്ഞിയുടെ കുഴിക്കൂറുകൾ എന്ന പുസ്തകമായാലും, അതല്ല ഈ തുരുത്തു എന്ന നോവലായാലും, ഇല്ലിക്കാടുകൾ പൂത്ത കാലമായാലും, ഏകദേശം അതിൽ നിന്ന് കുറച്ചെങ്കിലും വിഭിന്നമായി ഈ യാഹൂട്ടിയുടെ ലോകം എന്ന നോവൽ മാത്രമാണുള്ളത് എന്ന് തോന്നുന്നു. കാരണം അതിൽ കൊടിഞ്ഞിയുടെ കഥയിൽ നിന്നുകൊണ്ട് ഞാൻ മറ്റൊരു ദേശത്തിൻ്റെ കഥ പറയുകയാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ആ ഓരോ പുസ്തകവും നന്നാക്കാൻ ശ്രമിക്കാറുണ്ട്. അത് എത്രമാത്രം വിജയിച്ചു എന്ന് പറയേണ്ടത് യഥാർത്ഥത്തിൽ വായനക്കാരാണ്. ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക്. ഡയമണ്ട്, ടർക്കിഷ്, ആന്റിക്,
കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. Redefining elegance, crafted with traditional Amia Gold and Diamonds, Bypass Road, Chaman, 0494 2462 916. Mobile 9037 917 916.